ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് തന്നെ നമ്മൾ പറയാനുള്ള കാരണം ഒരു ലക്ഷണമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെയാണ്. ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളെ ഉണ്ടാവുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും സാധിക്കുന്നതാണ്. പലപ്പോഴും ഓട്ടിസം വളരെ ലേറ്റായിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അതായത് കുട്ടികൾക്കൊരു 3 വയസ്സാവുമ്പോൾ അവർ തീരെ സംസാരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 വയസ്സാവുമ്പോഴും സംസാരമൊന്നും ആവുന്നില്ല എന്ന് കാണുമ്പോഴാണ് പേരൻസ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പക്ഷെ ഇതിനൊക്കെ മുന്നേ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓട്ടിസം ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, അതായത് കുട്ടികൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് ചിരിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ ഒന്ന് കൈവച്ച് പോയിൻ്റ് ഔട്ട് ചെയ്ത് അവരെ കാണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവർ നോക്കാതിരിക്കുക, ഇൻട്രാക്ട് ചെയ്ത് ഉള്ള കളികൾ, അതായത് പീക്കാബൂ, അതൊക്കെ ഒരു 9 മാസം തുടങ്ങിയിട്ടേ കുഞ്ഞുങ്ങൾ കളിക്കുന്നതാണ്. ഒളിച്ച് കളിക്കുന്നതൊക്കെ 2 പേര് തമ്മിൽ കളിക്കുന്ന കളിയാണത്. അതായത് പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് പ്രോബ്ലം ഉണ്ടാവും. ചെറിയ കുട്ടികൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നത് എന്തിനാണ്? അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഡെവലപ്മെൻ്റ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അവർ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ നമ്മുടെ മുഖത്തേക്ക് നോക്കും, നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ്, നമുക്കത് മനസ്സിലായോ എന്നുള്ള രീതിയിൽ നമ്മളെ നോക്കും. ഈ ഒരു ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഈ കുട്ടികളിൽ കുറവായിരിക്കും. ഓട്ടിസമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ അത് നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ഫേസിൽ നോക്കി ഉള്ള എക്സ്പ്രഷൻസ് ഒക്കെ കുറവായിരിക്കും. നമ്മുടെ കൈ പിടിച്ചിട്ട് അവർ നേരെ നടന്നു പോയി അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ കൈ വെച്ച് അതിലേക്ക് തൊടാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യും. പലപ്പോഴും കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഓട്ടിസമുള്ള കുട്ടികൾക്ക് ഈ ഒരു കഴിവ് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ ഹായ് പറയുമ്പോൾ അതേപോലെ കുഞ്ഞുങ്ങൾ ഹായ് പറയാറുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും അവർ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങാറുണ്ട്. ഇതൊക്കെ 1 വയസ്സാകുമ്പോഴത്തേക്കിനും കുട്ടികളിൽ കാണുന്നതാണ്. ഇതൊക്കെ ഓട്ടിസമുള്ള കുട്ടികളിൽ വളരെ കുറവായിരിക്കും. അതന്നെ അവരുടെ പേര് നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും അവർ നോക്കില്ല. ചിലപ്പോൾ കുട്ടികൾ ഒരുപാട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം വിളിച്ചാലായിരിക്കും ചിലപ്പോൾ കുട്ടികൾ നോക്കുന്നത്. പക്ഷേ ഓട്ടിസമുള്ള കുട്ടികൾ നമ്മൾ എത്ര വിളിച്ചാലും അവരുടെ പേര് വിളിച്ചാൽ അവർ നോക്കുന്നത് കുറവായിരിക്കും. ഒരു 12 months ഒക്കെ ആകുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും കുട്ടികൾ നമ്മളെ ഓരോ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഒരു പൂച്ചേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ നോക്കിയിട്ട് നമ്മളത് കണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കും. പക്ഷേ ഓട്ടിസമുള്ള കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും, അവർ നമ്മളെ നോക്കുന്നുണ്ടാവില്ല. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കളിക്കുന്നത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഓട്ടിസമുള്ള കുട്ടികൾ കൂടുതൽ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് ഒതുങ്ങി പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നീട് അവരുടെ ഇൻട്രസ്റ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ അവർ അതെങ്ങനെ യൂസ് ചെയ്ത് കളിക്കണം, ഒരു കാറാണെങ്കിൽ ഉരുട്ടി കളിക്കാനുള്ളതാണ്. പക്ഷേ ഇവർ അതിൻ്റെ വീല് മാത്രം മൂവ് ചെയ്ത് അതിൽ നോക്കി അതിന് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അവരുടെ അറ്റൻഷൻ അതിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. തല ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് ഫ്ലാപ്പിംഗ് മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുക, വട്ടം ചുറ്റി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മുൻഭാഗം വെച്ചിട്ട് ഉന്തി നടക്കുക. ഇതൊക്കെ ചിലപ്പം സാധാരണഗതിയിൽ കുട്ടികൾക്ക് കാണാറുണ്ട്. പക്ഷെ അതൊരു കുറച്ച് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി കാണാറുണ്ട്. അപ്പം ഈ ഒരു അടുക്ക് തെറ്റിയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ഇതെല്ലാം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളാവാം. എപ്പോഴും നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഒന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ കുട്ടികൾ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ സ്വീകരിക്കുകയും വേണം. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഓട്ടിസം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടിസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം.